ഹായ് പ്രിയ സ്ലൈഡ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഐസ്ക്രീം റെസിപ്പിയാണ് ചെയ്യുന്നത്. നിയോപോളിറ്റൻ ഐസ്ക്രീം. നിയോപോളിറ്റൻ ഐസ്ക്രീം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ 3 ഫ്ലേവർ വരുന്ന ഒരു ഐസ്ക്രീമാണ്. വാനില, സ്ട്രോബെറി ആൻഡ് ചോക്ലേറ്റ്. ഈ 3 ഫ്ലേവറും കൂടി ഒരുമിച്ച് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഐസ്ക്രീം കഴിക്കാനായിട്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പാടുമില്ല, നല്ല എളുപ്പമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് തന്നെ വീഡിയോയിലോട്ട് പോകാം. നിയോപോളിറ്റൻ ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്ക്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് വിപ്പിംഗ് ക്രീമിന് ഞാൻ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. എനിക്കിവിടെ കിട്ടുന്ന വിപ്പിംഗ് ക്രീമിന് ഒട്ടും മധുരം ഇല്ലാത്തതാണ്, അതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തേക്കുന്നത്. വിപ്പിംഗ് ക്രീമിന് മധുരം ഓൾറെഡി ഉള്ളതാണെങ്കിൽ അതനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തണം. ഇനി ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ഞാനിതൊന്ന് വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ബീറ്ററില്ലെങ്കിൽ ഇത് നമ്മുടെ മിക്സിയുടെ വലിയ ജാറിലിട്ടായാലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന മാതിരി ഭയങ്കര സ്റ്റിഫ് പീക്കൊന്നും ആവണ്ട, ഇങ്ങനെ നന്നായിട്ടൊന്ന് തിക്കായാൽ മതി. എപ്പോഴും പൗഡർ കൺസിസ്റ്റൻസി തന്നെ ആയിരിക്കണം. ഇനി നമുക്ക് ഇതിൽ നിന്ന് വേണം നിയോപോളിറ്റൻ ഐസ്ക്രീമിൻ്റെ 3 ഫ്ലേവറും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഇതിപ്പം ഒരു 3 പാത്രത്തിലേക്ക് തുല്യ അളവിൽ ഒന്ന് വീതിക്കാൻ പോവാണ്. ഇപ്പം ഞാൻ ക്രീം 3 ഗ്ലാസ്സിൽ തുല്യമായിട്ട് വീതിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 3 ഫ്ലേവർ ചേർത്ത് ഒന്നും കൂടി ഒന്ന് വിപ്പ് ചെയ്ത് റെഡിയാക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോർഷൻ വെച്ചിട്ട് ഫസ്റ്റ് ഫ്ലേവർ വാനില ഫ്ലേവർ ചെയ്യാം. അപ്പോഴത്തേനും ഇത് രണ്ടും നമുക്ക് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ആദ്യത്തെ പോർഷൻ ഞാൻ ബൗളിലോട്ട് ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ ഒരു 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ തന്നെ ഈ ക്രീമിൻ്റെ മധുരം ഒന്ന് നോക്കണം. മധുരം കുറച്ച് മുന്നിൽ നിൽക്കണം കേട്ടോ, എന്നാലാണ് നമ്മൾ ഫ്രീസ് ചെയ്ത് ഐസ്ക്രീമായിട്ട് സെറ്റായി വരുമ്പോഴത്തേനും നല്ല കറക്റ്റ് മധുരം ആവുള്ളൂ. അപ്പം നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ചേർക്കാം. എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇങ്ങനെ ജസ്റ്റ് ഒരു സോഫ്റ്റ് പീക്ക് മാത്രമേ ആവാൻ പാടുള്ളൂ കേട്ടോ. ഒത്തിരി കേക്കിൻ്റെ മാതിരി സ്റ്റിഫാക്കി എടുക്കരുത്. അപ്പോൾ നമ്മുടെ വാനിലയുടെ ഫ്ലേവർ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ചെറിയ എയർ ടൈറ്റ് പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ പാത്രത്തിൻ്റെ ഈ ഒരു സൈഡിൽ വാനില ഐസ്ക്രീമിനുള്ളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി രണ്ടും നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ള സ്ഥലം ലീവ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പാത്രം നമുക്ക് കവർ ചെയ്തിട്ട് ഫ്രീസറിലോട്ട് ഒരു 15 മിനിറ്റ് നേരം വെച്ച് കൊടുക്കണം. ഒരു 15 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് വേണം അടുത്ത ഫ്ലേവർ നമുക്ക് ഇതിൻ്റെ സൈഡിലോട്ട് വെക്കാൻ. ഇപ്പോൾ നമ്മൾ 15 മിനിറ്റ് ആയിട്ടുണ്ട് അത് ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ട്. അപ്പോഴത്തേനും ഇനി നമുക്ക് അടുത്ത ഫ്ലേവർ റെഡിയാക്കാം. നമ്മുടെ രണ്ടാമത്തെ ഗ്ലാസ്സിലെ ക്രീം ഒഴിക്കാം. ഇത് നമുക്ക് സ്ട്രോബെറി ഫ്ലേവർ ആക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സ്ട്രോബെറിയുടെ ക്രഷ് ചേർക്കുന്നുണ്ട്. സ്ട്രോബെറി ക്രഷ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ അത് ചേർക്കുക. ഇത് ഞാനിപ്പം വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. സ്ട്രോബെറി ക്രഷ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രോബെറി വാങ്ങിച്ചിട്ട് അതൊന്ന് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് അടുപ്പത്ത് വെച്ച് ഒന്ന് ഇച്ചിരി പഞ്ചസാരയും വെള്ളം ചേർത്ത് ഇങ്ങനെ കട്ടിയാക്കി എടുത്താൽ മതി. 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇത്രയും മാത്രമേ ബീറ്റ് ചെയ്യാവൂ കേട്ടോ. ഇതിൽ കൂടുതൽ ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ടെക്സ്ചറേ മാറിപ്പോവും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ നേരത്തെ ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെച്ച പാത്രം എടുത്ത് നോക്കാം. ഇതിപ്പോൾ 15 മിനിറ്റ് കൊണ്ട് തന്നെ അത്യാവശ്യം ഒന്ന് കട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡിലേക്ക് സ്ട്രോബെറി ഐസ്ക്രീമും കൂടി സെറ്റ് ചെയ്യാം. അപ്പോൾ സ്ട്രോബെറി ഫ്ലേവറും ഞാൻ ഇങ്ങനെ അതിൻ്റെ വാനിലയുടെ അടുത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് ഫ്രീസ് ചെയ്യാനായിട്ട് ഫ്രീസറിലേക്ക് ഒരു 15 മിനിറ്റ് നേരം വെക്കാം.
ഇനി നമുക്ക് ചോക്ലേറ്റ് ഫ്ലേവർ റെഡിയാക്കാം. അപ്പം നമ്മുടെ മൂന്നാമത്തെ പോർഷൻ ക്രീം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ക്രീമിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം നേരം ബീറ്റർ വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യേണ്ട. ഒരു സ്പാച്ചുല വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ചോക്ലേറ്റ് ഐസ്ക്രീമിനുള്ളത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഫ്ലേവറും സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് ഫ്രീസറിലോട്ട് വെക്കാൻ പോവാണ്. ഞാനിപ്പം ഓവർനൈറ്റാണ് ഫ്രീസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഫ്രീസ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പം സെറ്റായി കഴിഞ്ഞിട്ട് ഇനി ഞാൻ നാളെ എടുത്ത് കാണിച്ചു തരാം. പിന്നെ ഐസൊക്കെ കയറുമെന്ന് പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ക്ലിങ് ഫിലിം ഇട്ട് ഇതിൻ്റെ മോൾ ഭാഗം ഒന്ന് കവർ ചെയ്യണം. നമ്മൾ മൂടി വെച്ച് മൂടുന്നതിന് മുന്നേ ഈ ഐസ്ക്രീമിനെ തൊട്ട് കവർ ചെയ്യണം. അതായത് ഐസ്ക്രീമിന് ടച്ച് ചെയ്യണം ക്ലിങ് ഫിലിം. അങ്ങനെ കവർ ചെയ്തതിന് ശേഷം ഈ മൂടി വെച്ചാൽ മതി. ഞാനിപ്പം ക്ലിങ് ഫിലിം ഒന്നും വെക്കുന്നില്ല, കാരണം എനിക്കങ്ങനെ ഐസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇതിപ്പോൾ ഞാൻ ഓവർനൈറ്റ് ഫ്രീസ് ചെയ്തതാണ്. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് സ്കൂപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി നിയോപോളിറ്റൻ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. സ്ട്രോബെറിയും ചോക്ലേറ്റും വാനില ഫ്ലേവറും കൂടി ഒന്നിച്ച് നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്